ആ പുഴയിലേക്ക് വീണ മണ്ണും അത് വലിയ തോതിലാണ്. ആ കുന്നിടിഞ്ഞ് വീണ മണ്ണിൻ്റെ വലിയൊരു ഭാഗം അവിടേക്ക് വീണിട്ടുമുണ്ട്. ഈ പുഴ ഒപ്പം ആ പുഴയുടെ നടുവിലേക്ക് പോലും മണ്ണെത്തിയതായി നമ്മൾക്ക് പലപ്പോഴും ആകാശ ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട്. ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അത് എത്രത്തോളം പോസിറ്റീവ് ആകുമെന്നാണ് വിലയിരുത്തേണ്ടത് അവിടുത്തെ ഒരു പ്രകൃതി വെച്ച് ഷംന? എൽദോ, തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ മണ്ണിടിഞ്ഞ് വീണ് പുഴയിൽ 2 വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും ഈ പുഴ വളരെ കുത്തിയൊലിച്ച് അങ്ങനെ പോകുന്ന ഒരു പുഴയാണ്. ഇത് നേരെ പോകുന്നത് 42 കിലോമീറ്റർ അകലെ കടലാണ്. അതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. കാരണം ഇത്രയും ഒഴുക്കുള്ള ഒരു പുഴയുടെ 42 കിലോമീറ്റർ മാത്രം അകലെ കടൽ എന്നുള്ളത് വളരെയധികം ആശങ്കയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിയും. ഈ നദിയിലുള്ള തിരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. എന്തായാലും ഇതുവരെയുള്ള ഒരു തിരച്ചിലിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്, കർണാടക ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തിരച്ചിലിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കോടതി ഇന്ന് മറുപടി പറയുകയുണ്ടായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ തന്നെ മറുപടി പറയണം, നാളെ തന്നെ മറുപടി നൽകണം. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നുകൂടി കോടതി പറയുകയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും ഇന്നുകൂടി അർജുനെ കണ്ടെത്താനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ഊർജിതമായി കോടതി അടക്കം ഇടപെട്ട് കുറച്ചും കൂടി ഊർജിതമായി രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഒഴുക്കുള്ള ഒരു പുഴയാണ്. 252 മീറ്ററാണ് ഈ പുഴയുടെ വീതി എന്ന് പറയുന്നത്. ഇതിൽ 42 കിലോമീറ്റർ അകലെ കടലാണ്. അതാണ് ആശങ്കയുള്ളത്. ഒപ്പം 2 വലിയ മൺകൂനകളാണ് ഈ മണ്ണിടിച്ചിൽ മൂലം പുഴയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ ആശങ്ക. എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുന്നതോടെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എൽദോ, ഷംന, ഈ പുഴയുടെ ഒഴുക്ക് അതിപ്പോഴും അതിശക്തമായി തന്നെ തുടരുകയാണ്. മഴ കുറഞ്ഞ സാഹചര്യമുണ്ട്, പക്ഷെ അപ്പോഴും കുത്തൊഴുക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഈ കോടതി അവിടെ കേന്ദ്രം അറിയിച്ചത് എത്തരത്തിലാണ്? എന്തൊക്കെ ക്രമീകരണം നടത്തി, എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തു എന്നുള്ളതിലൊരു വിശദമായിട്ട് വിവരണം നൽകിയിട്ടുണ്ടോ കോടതിയിൽ? എൽദോ, സൈന്യം ഉൾപ്പെടെ നടത്തിയ തിരച്ചിലിൽ അത് സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതിലാണ് ഈ അർജുൻ്റെ തിരച്ചിൽ നടപടികളിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി, അതിലാണ് കോടതി മറുപടി പറഞ്ഞപ്പോഴാണ് ഈ റിപ്പോർട്ട് കൂടി സൂചിപ്പിച്ചുകൊണ്ട് കോടതി മറുപടി പറഞ്ഞത്. എന്തായാലും ഈ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് കർണാടക ഹൈക്കോടതി പറയുകയുണ്ടായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാളെ തന്നെ മറുപടി നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള തിരച്ചിൽ, സൈന്യം ഉൾപ്പെടെ എത്തി നടത്തിയ തിരച്ചിൽ നടപടികൾ, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. റൈറ്റ്, ശത്രു ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ഷിരൂരിൽ രക്ഷാദൗത്യം അത് പുരോഗമിക്കുന്നു. പക്ഷേ അപ്പോഴും ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ആ പുഴയിൽ അവിടെ രക്ഷാദൗത്യം അത്ര എളുപ്പമല്ല. അത് വളരെ ശ്രമകരമാണ്, വളരെ ദുഷ്കരമാണ് എന്നുള്ളതാണ്. ഇതിനിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. നേരത്തെ വെള്ളം ഉയർന്നപ്പോൾ മറുകരയിൽ നിന്നും കാണാതായിട്ടുള്ള സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആ സ്ത്രീയുടെ മൃതദേഹമാണെന്ന് കരുതുന്നു എന്നുള്ളതാണ്. പ്രദേശത്ത് ഇപ്പോൾ കാര്യമായിട്ടുള്ള മഴ ഇല്ല എങ്കിൽ പോലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അത് ഇപ്പോഴും നിലനിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള രക്ഷാദൗത്യമാണ് നടക്കുന്നത്. ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ലോറി പുഴയുടെ അടിയിലുണ്ടോ, അവിടെ ചെളിയിൽ പൂണ്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ആശങ്ക, ഈ റോഡിന് സൈഡിൽ, ആ റോഡിൻ്റെ വശത്ത് നിന്ന് പുഴയ്ക്ക് മുമ്പുള്ള ഇടത്തേക്ക് ഒരുപാട് മണ്ണിടിഞ്ഞു വീണു. അതിനിടയിൽ ലോറി ഉണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇന്നലെ തന്നെ ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളും ഒപ്പം ലോറി ഉടമ മനാഫും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മണ്ണ് നീക്കിയിട്ട് ഈ പുഴയുടെ അരികിലുള്ള ആ മണ്ണ് കൂടി കിടന്ന സ്ഥലത്തേക്കാണ് ആ മണ്ണെല്ലാം മാറ്റിയിരുന്നത്. അപ്പോൾ ഒരുപാട് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് വന്ന് വീണിട്ടുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. എന്നാണെങ്കിലും അർജുനായുള്ള കാത്തിരിപ്പ് അത് തുടരുന്നു. അർജുൻ ഇപ്പോഴും കാണാമറയെ തന്നെയാണ്. ഷിരൂരിൽ നിന്നും അർജുനെ നമ്മൾക്ക് ഇനിയും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഐഷത്തുൽ ഷംനയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് പങ്കുചേർന്നത്. ഷിരൂരിൽ നിന്നും KV ബൈജു നമ്മോടൊപ്പം പങ്കുചേർന്നു.